ആ കുട്ടികളെ കൊന്നുകളയാം. വിദ്യാഭ്യാസത്തിന്റെ കുറവാ, PhD ഉണ്ട്, MSc മാത്സ് ആണ്, എന്തിന്റെ കുറവാ സമൂഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആഭിചാരവുമായി, ക്ഷുദ്രക്രിയകള്, കൂടോത്രവുമായി പല വിധത്തിലുള്ള ചൂഷണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിൽ ഇസ്ലാമിക ഉമ്മത്തിന്റെ തവക്കുല് നഷ്ടപ്പെടാത്ത വിധത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്തു. അങ്ങനെ സമൂഹത്തിൽ ഇത് എക്കാലത്തുണ്ടാകും. അപ്പൊ വിശുദ്ധ ഖുർആനില് ഈ സിഹറുമായി, കൂടോത്രവുമായി, അതിന്റെ പല വേർഷൻസുമായി ബന്ധപ്പെട്ട സൂക്തങ്ങള് അതിന് നമുക്ക് ഒന്നിച്ചിങ്ങനെ പറയാം. അപ്പൊ സിഹർ അത് തോന്നലുണ്ടാക്കാൻ അതുമൂലം സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 116, 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 81, 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 66 തോന്നലുണ്ടാക്കാൻ കഴിയും. കൂടോത്രം, സിഹർ, അതിന്റെ മറ്റു മാർഗങ്ങള് അതെങ്ങനെയാ തോന്നലുണ്ടാക്കാൻ കഴിയുക? അഭൗതികമായി, മറഞ്ഞ വഴിയിൽ, അദൃശ്യമായി കൊണ്ടല്ല. കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ അവിവേകിയായ, ദുർബല വിശ്വാസിയായ ഒരു മനുഷ്യനിൽ അതുവഴി അതിന്റെ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നലുണ്ടാകും. ഇപ്പോ നവാസിനെ കൊന്നുകളഞ്ഞ മനുഷ്യർക്ക് പ്രയാസം ഉണ്ടായത് എന്താ? അവന്റെ ഹോട്ടലിന്റെ മുമ്പിൽ അവൻ CCTV നോക്കിയ സമയത്ത് ഇത് കണ്ടു എന്നാണ്. ഇത് കണ്ടതുകൊണ്ടാണ്, അതിന്റെ ചിഹ്നങ്ങൾ കണ്ടു, അതുവഴിയാണ്. അതേപോലെ തന്നെ നെന്മാറയിൽ ആ മനുഷ്യൻ ചെയ്തു കളഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് പറഞ്ഞതിന്റെ പേരിലാണ് അവനക്ക് അന്ധവിശ്വാസവും കാര്യങ്ങളും ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവൻ പ്രശ്നക്കാരനായി മാറിയത്. അറിഞ്ഞില്ല എങ്കിൽ അഭൗതികമായി, അദൃശ്യമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല സിഹറിന്. വിശുദ്ധ ഖുർആനിൽ അത് യഥാർത്ഥത്തിൽ ഒന്നുമല്ല എന്നതിന് 25-ലധികം ആയത്തുകൾ വ്യത്യസ്ത അധ്യായങ്ങളിലായി. 5-ാം അധ്യായം സൂറത്തുൽ 10, 5-ാം അധ്യായം 110-ാം സൂക്തം, 6-ാം അധ്യായം 7, 7-ാം അധ്യായം 109, 132, 10-ാം അധ്യായം 76, 11-ാം അധ്യായം 7, 17-ാം അധ്യായം 47, 20-ാം അധ്യായം 57 തുടങ്ങി 25ഓളം ആയത്തുകളിൽ വിവിധ അധ്യായങ്ങളിലായി കൂടോത്രം, സിഹ്ർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്നുമല്ല എന്ന് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്. പിന്നെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിലൂടെ ഇത് പണ്ട് മുതലേ ആളുകളെ പറ്റിക്കാനും വഞ്ചിക്കാനും അവരുടെ ഈമാനിനെ തകർക്കാനും ജീവിതത്തെ ഒന്നുമല്ലാതാക്കാനും നടന്നുകൊണ്ടിരുന്ന പണ്ട് മുതലുള്ള ഒരു ദുഷിച്ച സമ്പ്രദായമാണ് എന്നും സിഹറിനെ കുറിച്ച് പറയാം. പിന്നെ ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൻപാപങ്ങളിൽ ഉൾപ്പെടുത്തി സിഹറിനെ. കാരണം എന്താ? ഈ ജാതി കാര്യങ്ങളൊക്കെ അതുവഴി വഞ്ചനയിലൂടെ ആളുകളെ പറ്റിച്ചു നടത്തും, കുടുംബത്തെ തകർക്കും, അയൽപ്പക്ക ബന്ധങ്ങൾ ഒന്നുമല്ലാതാക്കും, സൗഹൃദങ്ങൾ തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ ഇത് വൻപാപമാണ്, അസ്സബഉൽ മൂബിഖാത്തിൽ പെട്ടതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റേ ഹദീസിൽ മൻ അതാ അറാഫൻ ഔ കാഹിന, ആരെങ്കിലും ഈ വക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജ്യോത്സ്യനെ, സിദ്ധനെ, ഭാവി നോട്ടക്കാരനെ, മഷി നോട്ടക്കാരനെ അവനെ സന്ദർശിക്കുകയാണ് എങ്കിൽ, ചോദിക്കുകയാണ് എങ്കിൽ, അങ്ങനെ സന്ദർശിക്കുന്ന ചോദിക്കുന്ന വിശ്വാസിയുടെ 40 ദിവസത്തെ നമസ്കാരം നഷ്ടപ്പെടുകയാണ്, വ്രതാവിലാണ് എന്ന്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ ഇന്ന റുഖാ വത്തമായിമ വത്തിബലത ശിർകുൻ, ഇന്ന റുഖാ ശിർക്ക് കലർന്ന മന്ത്രം, വത്തമായിമ ചരടുകൾ, ഏലസുകൾ, വത്തിബലത അതേപോലെ തന്നെ കൂടോത്രം, സിഹർ, ഷിർക്കും, ഇതെല്ലാം ഷിർക്കാണ് എന്ന് പറയാം. അപ്പോ തിവലത്ത് എന്ന് ഹദീസിൽ അത് ഷിർക്കാണ് എന്നാണ്. കാരണം എന്തുകൊണ്ടാണ് അത് ഷിർക്കാകുന്നത്? മറഞ്ഞ വഴിയിലൂടെയാണ് അതിൽ നിന്ന് ഉപകാരവും ഉപദ്രവവും പ്രതീക്ഷിക്കുന്നത്. അഭൗതികമായ, അദൃശ്യമായ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മറഞ്ഞ മാർഗത്തിലൂടെ ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിക്കുക എന്നത് ഷിർക്കാണ്. വിശ്വാസി സമൂഹത്തിൽ ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. ഒരു കോഴിമുട്ട കിട്ടി വീടെടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ തറ കീറിയപ്പോ അതിൽ നിന്ന് തകിട് കിട്ടി, അല്ലെങ്കിൽ കോഴിമുട്ട കിട്ടി. ആകെ പേടിച്ച് ബേജാറായി 4 ലക്ഷം രൂപക്ക് ഒരു സെന്റിന് വാങ്ങിയ ഭൂമി 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റൊഴിവാക്കി സ്ഥലം കാലിയാക്കുക. എന്നിട്ട് ഭാര്യന്റെ അടുത്ത് വന്ന് പറയാ ജീവൻ തിരിച്ചു കിട്ടിയെന്ന്. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന്. അതേപോലെ തന്നെ കച്ചവട സ്ഥലത്തെത്തുന്ന സമയത്ത് ഈ സംഗതികൾ കാണാൻ, വാഴയിലയോ കോഴിത്തലയോ ഒക്കെ കാണുന്ന സമയത്ത് കട തുറക്കാതെ തിരിച്ചു പോകാൻ മനുഷ്യൻ പേടിച്ച് ബേജാറായിട്ട്. കാരണം അദൃശ്യ മാർഗത്തിലൂടെ അവനക്ക് ഷർറുണ്ടാക്കും എന്ന് പേടിക്കാൻ, ബുദ്ധിമുട്ടുണ്ടാക്കും, കച്ചവടം കുറച്ചു കളയും എന്ന രൂപത്തിലുള്ള ശിർക്കിൽ അധിഷ്ഠിതമായ ചിന്താഗതി കടന്നു വരിക. അത് പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലൂടെ അറിയിച്ചത്. പ്രകൃതിയിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളും വസ്തുവകകൾക്കും അതിൻ്റെതായ ധർമ്മമേ നിർവഹിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഒരു കോഴിമുട്ടയിൽ ഒരു പൂജാരി, ഒരു പണിക്കര്, ഒരു ജ്യോത്സ്യൻ, ഒരു സിദ്ധൻ, ഒരു തങ്ങൾ, ഒരു ബീവി, ഈ വക മേഖലയിലുള്ള ചൂഷകന്മാര് അവർ എന്തെങ്കിലും എഴുതി വെച്ചു കഴിഞ്ഞാൽ, അതെന്തെങ്കിലും തിരിച്ചു മറിച്ചു രേഖപ്പെടുത്തി നമ്മുടെ വീടിന്റെ പരിസരത്തോ കച്ചവട സ്ഥലങ്ങളിലോ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കുക? കോഴിമുട്ടക്ക് ഈ ഭൂമിയിലുള്ള റോൾ എന്താ? അത് ഭക്ഷണ പദാർത്ഥമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ കരിക്ക്, തേങ്ങ, ഇളനീർ ഇതൊക്കെ ആണി തറച്ച് നമ്മുടെ വീടിന്റെ പരിസരത്ത്, വീടിന്റെ സൈറ്റില് തേപ്പ് കഴിഞ്ഞ് പിന്നെതാ കാണുന്നത്. അത് കഴിഞ്ഞപ്പോ തേപ്പുമില്ല, വീടും വേണ്ട, ഒന്നും വേണ്ട എന്ന നിലക്ക് മനോവിഭ്രാന്തിയിലായി മാറുക, എല്ലാം നഷ്ടപ്പെടുത്തി കളയുക. അപ്പൊ കരിക്കിന് എന്താ ചെയ്യാൻ കഴിയുന്നത്? നോർമലായി ചിന്തിച്ചാൽ മതി, പ്രകൃതിപരമായി. കാരണം കരിക്ക് എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ തൊട്ട് മുമ്പുള്ള സ്റ്റേജാ. അത് ഇളനീനായിട്ട് കരിക്കായിട്ട് കുടിക്കാം. അതല്ലാതെ ഏതെങ്കിലും ഒരു വിദ്വാന്, ഒരു ചൂഷകന് ഈ രൂപത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അത് എന്റെ ജീവിതത്തിലെ ഹൈറിലും ഷർറിലും അത് ബാധിക്കും, പ്രയാസമുണ്ടാക്കും എന്ന് വിചാരിക്കുന്നവനേക്കാൾ വലിയ അവിവേകി, മൂഢവിശ്വാസി, അന്ധവിശ്വാസി ആരാളുള്ളത്? എന്താ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുക? ഒരു കോഴിത്തലയുടെ പേരിൽ ഒരു മനുഷ്യനെ കൊന്നൊടുക്കുക. ഒരു കോഴിത്തല, തല ഉള്ള കോഴിയാണെങ്കിലും ഉടലുള്ള കോഴിയാണെങ്കിലും എന്താ ചെയ്യല്? കോഴി ഒരു ഭക്ഷണ, ഏതൊക്കെ തരത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലാതെ ഒരു കോഴിത്തല കണ്ടു കഴിഞ്ഞാൽ ബേജാറായി തീരുക, മനസ്സിലായില്ലേ? അതേമാതിരി ഭസ്മങ്ങൾ, അതിന്റെ ചിഹ്നങ്ങൾ, അതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂല് വളരെ കൃത്യമായി അങ്ങനെ അഭൗതികമായി അത്തരത്തിലുള്ള വസ്തുവകകളിൽ നിന്ന് വല്ലതും തന്റെ ജീവിതത്തിൽ ബാധിക്കും, അനുഗ്രഹം ചോർത്തിക്കളയും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കിൽ പെടുന്നതാണ് എന്ന്. ഇനിയോ മറ്റൊരു ഹദീസിൽ, മൻ അതാ കാഹിനൻ, ആരെങ്കിലും ജ്യോത്സ്യന്റെ അടുത്ത് വന്നാൽ എന്നിട്ട് ആ ജ്യോത്സ്യൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കച്ചവടം കുറയാനുള്ള കാരണം, വീട് പണി പൂർത്തിയാകാതിരിക്കാനുള്ള കാരണം, വിസ ശരിയാവാത്തതിന്റെ കാരണം, മകളുടെ വിവാഹം നടക്കാത്തതിന്റെ കാരണം, അയൽപ്പക്കങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് ചൂണ്ടിക്കാണിച്ച് ജ്യോത്സ്യൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഫസ്വദ്ദഖഹു, എന്നിട്ട് ഈ മനുഷ്യൻ, ഈ പോയ ഒരുത്തനുണ്ടല്ലോ, അവനത് സത്യപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണ് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അവൻ നിഷേധം കാണിച്ചിരിക്കും, അതിനെ നിഷേധിച്ചതിന് തുല്യാണ്. പിന്നെ അവന് ഖുർആനിന്റെ അനുയായിയാണ് എന്ന് പറയാൻ സാധ്യമല്ല എന്ന് പറയാൻ. അപ്പൊ ജ്യോത്സ്യന്റെ സിദ്ധന്റെ അടുത്തേക്കൊന്നും പോകണ്ട. വിശുദ്ധ ഖുർആനിന് നിഷേധം കാണിച്ചു, പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അവൻ അവിശ്വസിച്ചു, നിഷേധിയായി എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്താ നമ്മോട് പഠിപ്പിക്കുന്നത്? എന്തിനെയൊക്കെ അവൻ നിഷേധിക്കുന്നത്? വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബ 51-ാം സൂക്തം ആമുഖമായി ഓതി വെച്ചത്, ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ, നബിയെ പറയുക, ലൻ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ, ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ യജമാനൻ, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികളായ ആളുകൾ ആ റബ്ബിൽ, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഈ ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ അവതരിച്ചത് ഇതിനാണ് നിഷേധിക്കുന്നത്. ഈ ജാതി കേന്ദ്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹു വിധിച്ചതേ എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അത് ദാമ്പത്യത്തിലായാലും, കുടുംബ ജീവിതത്തിലായാലും, ഉപജീവന വിഷയത്തിലായാലും, വീട് പണിയിലായാലും, കാർഷിക മേഖലയിലായിരുന്നാലും അള്ളാഹ് ഖൈറ് അവൻ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അത് നൽകാൻ ഒരാളില്ല. 10-ാം അധ്യായം സൂറത്തു യൂനസ് 107-ാം സൂക്തം, വയ്യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, വയ്യംസസ്കല്ലാഹു ബിദുർരിൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല പരീക്ഷണവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ജീവിതത്തിൽ നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, അവനല്ലാതെ അതിനെ നീക്കം ചെയ്യുന്നവനില്ല. നിങ്ങൾ വെറുതെ വിചാരിക്കുകയാണ് ഈ പറയുന്ന ആളുകൾക്കൊക്കെ കഴിയുന്നു. ധനലക്ഷ്മി യന്ത്രങ്ങളായിട്ട്, ഏലസുകളായിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ഇത് കച്ചവട സ്ഥലത്ത് ഈ യന്ത്രം വെച്ച് കഴിഞ്ഞാല് പ്രതിദിനം നിങ്ങൾക്ക് 10,000 രൂപയുടെ ലാഭം ഉണ്ടാകും എന്ന് പറയാ. ഈ മനുഷ്യന്റെ പരിപാടി എന്താ? ഡെയിലി ഡ്രസ്സ് മാറ്റിയിട്ട് ചായയും കുടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, ഒരു 10-250 ഏലസോ ധനലക്ഷ്മി യന്ത്രങ്ങളോ ഐക്കല്ലോ സിഹാമൊക്കെ ബാഗിലാക്കിയിട്ട്, എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ അതല്ലാത്ത സ്ഥലത്തും കടകളിൽ കയറിയിട്ട് ഇത് വിൽക്കുക. ഇത് വിറ്റിട്ട് കിട്ടണ 500, 1000, 2000, 3000 ആയിട്ട് വേണം വീട്ടിലേക്ക് ഭക്ഷണമായിട്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിവർത്തിക്കാൻ.
അതല്ല എങ്കിൽ ഒരൊറ്റ ഏലസ് കൊണ്ട് 10,000 കിട്ടുമെങ്കിൽ, ഒരൊറ്റ ധനാകർഷണ യന്ത്രം കൊണ്ട് 1,00,000 ഒരു മാസം സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ, അതൊരു 250, 500 അങ്ങനത്തെ യന്ത്രങ്ങളും തന്ത്രങ്ങളുള്ള ആളുകൾക്ക് അവരൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരെ കടത്തിവെട്ടി ഹൈപ്പർ മാർക്കറ്റുകളുടെയും സൂപ്പർ മാർക്കറ്റുകളുടെയും ബിസിനസ് സംരംഭങ്ങളുടെയും ഒക്കെ മുന്നിൽ നടക്കുന്നവരായി തീരൂലേ? അപ്പൊ പ്രമാണം പഠിക്കുന്നതിനോ കൂടെ കോമൺ സെൻസ് കൂടി ഉണ്ടായാൽ മതി. മുമ്പ് ഗഫൂറാജ് കൊല്ലപ്പെട്ട സമയത്ത് 2-3 ഖുതുബ നടത്തിയപ്പോ മനുഷ്യന് അക്കലും നക്കലും പ്രമാണവും അതേപോലെ ബുദ്ധിയും പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ ജാതി അബദ്ധ ജടിലമായ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹ് വളരെ വ്യക്തമായി കൃത്യമായി നേർക്ക് നേരെ ഖുർആനിന്റെ അനുയായികളോട് സംസാരിക്കുക. നിങ്ങൾക്ക് അള്ളാഹ് ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, ഒരു പരീക്ഷണം നിങ്ങൾക്ക് നൽകിയാൽ അള്ളാഹ്ക്കല്ലാതെ കാശിഫലോ അത് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ഇനി നിങ്ങൾക്കൊരു ഖൈർ, ഒരു സമ്പന്നത, സന്താന സൗഭാഗ്യം, വീട് പണിക്കുള്ള ഐശ്വര്യം, ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നു. അപ്പൊ നിങ്ങൾക്ക് ബേജാറാകുക, ഞാൻ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ട് ഇല്ലാതാവുമെന്ന് അല്ലെ? കുട്ടികളെ നോക്കിക്കഴിഞ്ഞാല് ആ കുട്ടികളുടെ തടിയാണ് കുറഞ്ഞു പോകാന്ന് അല്ലെ? ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ എന്റെ വീട് പണി സ്റ്റോപ്പാകും, പച്ചക്കറിത്തോട്ടം കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലും നോക്കിയാൽ അത് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കരിങ്കണ്ണ നോക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക സ്റ്റിക്കറും കാര്യങ്ങളും ഒരു കോലവും ചെമ്മട്ടിയും ചട്ടിയും ഒക്കെ ആയിട്ട് വെക്കുന്ന ഒരു കാലയളവൊക്കെ ഉണ്ടായി. ഇന്ന് അതിന്റെ പുതിയ പുതിയ രൂപഭാവങ്ങളൊക്കെ ഉണ്ട് വന്നുകൊണ്ടിരിക്കുക. അയാൾ അഭിപ്രായം പറയില്ലേ എന്ന് പറയാൻ ബേജാറാകാൻ അള്ളാഹ് പറയാ, ഫലാ റാദ്ദ ഫദ്ലി, അള്ളയാണ് നിനക്ക് നിഅമത്ത് നൽകുന്നത്. ഒരാൾക്കും അതിനെ തിരിച്ചെടുക്കാനും തകർക്കാനും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, ഇങ്ങനെയുള്ള നിഅമത്തുകൾ ഖൈറും ശർറും ഒക്കെ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്നതാണ്. വഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇനി 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 2-ാം സൂക്തം. ഇതൊക്കെയാണ് ഖുർആൻ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് നിർഭയത്വമുള്ള തൗഹീദി ബോധം കടന്നു വരും, തവക്കുൽ വരും. ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട ആവശ്യം ഇസ്ലാമിക ഉമ്മത്തിന് ഉണ്ടാവുകയില്ല. ഒരു പണിക്കരെയും ഒരു ജ്യോത്സ്യനെയും ഒരു കൈനോട്ടക്കാരനെയും ഒരു മാരണക്കാരനെയും ഒരു അത്തരത്തിൽ ആ മേഖലയിൽ മനുഷ്യരെ പറ്റിച്ച് വഞ്ചിച്ച് വലിയ വിപത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യം വരൂല. സൂറത്തു ഫാത്തിർ 35-ാം അധ്യായം 2-ാം സൂക്തം. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ജനങ്ങൾക്ക്, കാരണം ഖുർആൻ മാനവതക്ക് മൊത്തത്തിലുള്ള ഗ്രന്ഥാണ്, മനുഷ്യരോട് ഈ വിഷയത്തിൽ അല്ലാഹ് സംസാരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ചൂഷണത്തിൽ അകപ്പെടാതിരിക്കാൻ മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, അല്ലാഹു മനുഷ്യർക്ക് തുറന്നു തന്ന കാരുണ്യത്തെ, അനുഗ്രഹത്തെ ആർക്ക് ഫലാ മുംസിക ലഹാ, അതിനെ തടസ്സപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ യുംസികു, അല്ലാഹു പിടിച്ചു വെക്കുകയാണ് എങ്കിൽ ഫലാ മുർസില ലഹു, അതിനെ തുറന്നു കൊടുക്കാനും അതിനെ സാധിപ്പിച്ചു കൊടുക്കാനും ആ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കാനും മിൻ ബഅദി, അതിനുശേഷം അല്ലാഹുക്ക് പുറമെ ഒരാൾക്കും കഴിയില്ല. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യുക്തിമാനും പ്രതാപശാലിയും. ആർക്കൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ നിഅമത്ത് കിട്ടണം കിട്ടണ്ട, ഏതൊക്കെ അളവിൽ കൊടുക്കണം കൊടുക്കണ്ട, ഇതൊക്കെ തീരുമാനിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫൗക തഖ്ദീറുനാ ലില്ലാഹി തഖ്ദീറു, നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് മീതെ അല്ലാഹുവിന്റെ ചില കണക്കുകൂട്ടലുകളുണ്ട്. വ ഫൗക തദ്ബീറുനാ ലില്ലാഹി തദ്ബീറു, നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് മീതെ അള്ളാഹ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഒരൊറ്റായത്ത് കൂടി 39-ാം അധ്യായം സൂറത്തു സുമറിലെ 36-ാം സൂക്തം. ആരെങ്കിലും പലതും പറഞ്ഞ് പലരെയും പറഞ്ഞ് പല വസ്തുതകളും പറഞ്ഞ് നമ്മെ പേടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ മനസ്സിൽ കോറിയിടുക, ആവർത്തിച്ച് പാരായണം ചെയ്യുക, അർത്ഥബോധനം നേടുക. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്ക് അല്ലാഹു പോരെ, തന്റെ അടിമക്ക് അല്ലാഹു പോരെ. പ്രവാചകന്മാർക്ക് അല്ലാഹ് മതിയായവനായിരുന്നു, അസ്ഹാബുൽ കഹ്ഫിന് അല്ലാഹ് മതിയായവനായിരുന്നു. അതുകൊണ്ട് നമുക്കും ആ അല്ലാഹു തന്നെ മതി. നമ്മുടെ ഖൈറിലും ശർറിലും സുഖദുഃഖ ജീവിതത്തിൽ സന്തോഷവും സന്താപവും ദാരിദ്ര്യവും സമ്പന്നതയും സമ്മേളിക്കുന്ന ഈ ലോക ജീവിതത്തിൽ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്ക് അല്ലാഹ് പോരെ. അല്ലാഹ് വിധിച്ചതിൽ സഹനം അവലംബിച്ച് അവനിൽ തവക്കുൽ ചെയ്ത് പരിഹാരം തേടി പ്രാർത്ഥിച്ച് സൽക്കർമ്മങ്ങൾ നിർവഹിച്ച് തുറവി ആഗ്രഹിച്ചാൽ പോരെ. വയുഖവ്വിഫൂനക, അവർ നിന്നെ പേടിപ്പിക്കുന്നതാണ്.
പലരും നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും ബില്ലദീന മിൻ ദൂനി, അള്ളാഹ്ക്ക് പുറമെയുള്ളതിനെ പറഞ്ഞുകൊണ്ട്. അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ്ക്ക് പുറമെയുള്ളതിനെ പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്താ സമയത്ത് നീ പറയേണ്ടത് എനിക്ക് എന്റെ റബ്ബ് മതി. മറവിയില്ലാത്ത, മരണമില്ലാത്ത, മയക്കമില്ലാത്ത, ഹയ്യും ഖയ്യൂമും സമീഉം ജബ്ബാറും മുദബ്ബിറുമായ റബ്ബ് എന്റെ കൂടണ്ട്. അവൻ വിധിച്ചതേ എനിക്ക് ലഭിക്കുകയുള്ളൂ. അവൻ എടുത്തത് എനിക്ക് അർഹതപ്പെടാത്തതും ലഭിക്കാത്തതുമെന്ന നിലക്കല്ല ഖലാ ഖദറിലൂടെ കണക്കാക്കിയത് ആണ് എന്ന ഈമാനിക വിശ്വാസവും തീർച്ചയായിട്ടുണ്ടാകും. അതാണ് ഒരു മുസ്ലിം നമസ്കാര ശേഷം നമ്മൾ പറയുന്നതും. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ, തടയുന്നവനില്ല, ലിമാ അഅ്തൈത, നീ നൽകിയ ഒന്നിനെ, വലാ മുഅ്തിയ, നൽകുന്നവനില്ല, ലിമാ മനഅത, നീ തടഞ്ഞ ഒന്നിനെ. അല്ല തടഞ്ഞതിനെ നൽകാനും അല്ല നൽകുന്നതിനെ തടയാനും ഈ ലോകത്ത് ഒരാളുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഈ വിശ്വാസം